എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു LG നോർമൽ സ്പ്ലിറ്റ് AC PCB ആണ്. അത് ഇൻഡോർ യൂണിറ്റ് PCB ആണ്. അപ്പോൾ ഈ PCBയുടെ കംപ്ലൈൻറ്റ് ഇതിൻ്റെ പവർ ഇല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പവർ സപ്ലൈ കത്തിപ്പോയിട്ടാണ് ഈ ഒരു PCB വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ പവർ സൈഡാണ് ഇന്ന് നോക്കുന്നത്, SMPS സൈഡ്. അപ്പോൾ ഈ ബോർഡ് നമുക്കിവിടെ സർവീസിന് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്യൂസ് ബ്ലോ ചെയ്തിട്ടുണ്ട്. EMI ഫിൽട്ടർ കോയിൽ പിന്നെ ഉരുകി നല്ല ചൂടായി ഉരുകി പിടിച്ചിട്ടുണ്ട്. പിന്നെ NTCയും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഷോർട്ടിങ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇത്രയും നല്ലൊരു ഡാമേജ് ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് പോയ എല്ലാ കമ്പോണൻസുകളും മാറ്റി നമുക്കിതിനകത്തുള്ള കമ്പോണൻസുകളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ ഡാമേജസ് ഉള്ളതെല്ലാം മാറ്റി ഈ പവർ സപ്ലൈ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഫ്യൂസ്, EMI ഫിൽട്ടർ, പിന്നെ ഈ ഒരു NTC, ഇത് മൂന്നും ആദ്യം നമുക്കിതൊന്ന് മാറ്റാം. ഇത് മൂന്നുമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ ഡാമേജസ് വന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് ഇതെല്ലാം മാറ്റാം. ഇതൊക്കെ അഴിച്ചെടുക്കാം. ആദ്യം NTCയും EMI കോയിൽ ഫിൽട്ടർ. വേണോ, ഈ ഫിൽട്ടർ മൊത്തത്തിൽ നല്ല രീതിയിൽ ഉരുകി സെറ്റായി പോയിട്ടുണ്ട്. ഈ ഫിൽട്ടർ ഇനിയും നമ്മൾ ഇതിനകത്ത് ഇടണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മളിതിനകത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് കാര്യം നമ്മുടെ ആ വേവ്, സൈൻ വേവ് കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് ഫിൽട്ടർ ചെയ്ത് പോകത്തില്ല. ആ സൈൻ വേവിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചെറിയ മാറ്റങ്ങൾ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു കോയിലാണ് നമ്മുടെ EMI5 ഈ ഒരു ഫിൽട്ടർ കോയിൽ. NTC അഴിച്ചെടുക്കാം. ഇതാണ് NTC ഡിസ്ക്. ഇപ്പോൾ ഞാൻ വേറെ നല്ല ഒരു കോയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു NTC എടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം നമ്പറല്ല, പക്ഷെ സെയിം നമ്പർ തന്നെ ഇടുന്നതെന്ന് ഈ ഒരു ഇത്രയും ചെറിയ പവർ സപ്ലൈയിൽ സെയിം തന്നെ ഇടുന്നതെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്കൊരു NTC നമ്പർ ഇട്ടാൽ മതിയാവും. ഇനി ഇതിൻ്റെ ഫ്യൂസ് അഴിച്ചെടുക്കാം. ഈ ഫ്യൂസ് കത്തിപ്പോയിട്ടുണ്ട്. നമുക്കിവിടെ ഇതിൽ കാണാം T3.15 ആംപിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിലിടുന്നത് 3 ആംപിയറിൻ്റെ ഫ്യൂസാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ 1 by 1 ആയിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യണം. ഇതിൽ ഒരുപാട് ക്ലാവ് പിടിച്ചിട്ടുണ്ട് സ്പ്രിൻ്റ് കാര്യങ്ങളിൽ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പവർ ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടി. പവർ കൊടുക്കാൻ ഞാൻ മൾട്ടിമീറ്റർ ബീറ്റ് മോഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേ നമുക്ക് ഡയോഡുകളൊക്കെ ചെക്ക് ചെയ്യാം. ഡയോഡ് ഷോർട്ടുണ്ട്. ഈ ഡയോഡ് ഷോർട്ടാണ്. ഇതിൽ മൂന്നാമത്തെ ഡയോഡും ഷോർട്ടാണ്, നാലാമത്തെ ഡയോഡും ഷോർട്ടാണ്. അപ്പോൾ ഡയോഡുകളെല്ലാം ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ വരുന്ന ഈ 4 ഡയോഡ് 1 2 3 4 ഈ 4 ഡയോഡും ഷോർട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 4 ഡയോഡും നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റണം.
ഇവിടുത്തെ 4 ഡയോഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാഡും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ വരുന്ന 4 ഡയോഡുകൾ. ഇത് 4007ൻ്റെ ഡയോഡാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഞാൻ പുതിയ 4 ഡയോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. 4007ൻ്റെ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണതിന് മുന്നേ നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ, അതായത് ഈ ഒരു ഫിൽറ്റർ, ഈ ഒരു കപ്പാസിറ്ററാണ് നമുക്കിവിടെ 320 വോൾട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് നോക്കണം. അതാണ് പ്രൈമറി സ്റ്റേജിൻ്റെ ഹൈ വോൾട്ടേജ് സൈഡ്. അപ്പോൾ ഇവിടെയും ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഷോർട്ടിംഗ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു സ്വിച്ചിങ് ഐ സി, ഇവിടെ വരുന്ന ഈ സ്വിച്ചിങ് ഐ സി ഷോർട്ടിംഗ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഐ സി കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. TNY 277PG എന്നുള്ള നമ്പറിൽ വരുന്ന സ്വിച്ചിങ് ഐ സിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരുന്നത്. ആ ഐ സി നമ്മൾ ഇളക്കിയെടുത്തിട്ട് പാഡൊക്കെ ആദ്യം നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാം. ഇനി ഒന്നും കൂടെ നമുക്ക് ഈ ഒരു, ഇപ്പോൾ ഇവിടെ ഷോർട്ടിംഗ് ഇല്ല, ഷോർട്ടിംഗ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അഴിച്ച് വെച്ച ഐ സി. ആ ഐ സിയിൽ ഇപ്പോൾ ഞാൻ ഈ 4 ലെഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ സോഴ്സാണ്. ഇത് ഈ ഒരു സിംഗിൾ ലെഗാണ് ഇതിൻ്റെ ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സും ഡ്രെയിനുമായിട്ട് ഷോർട്ടിങ്ങിൽ കിടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഷോർട്ടിങ്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഞാൻ സെയിം ഒരു ഐ സി എടുത്തിട്ടുണ്ട്. അതും TNY 277PN. അത് നമുക്ക് ഈ ഒരു ഐ സി ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിച്ചിങ് ഐ സി ഇതിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 ഡയോഡ് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യണം. ഓരോന്നിൻ്റെയും ഓറിയൻറ്റേഷന് വേണ്ടിയിട്ട് ആ കളറിൻ്റെ വെട്ട് കണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു ഡയോഡ് ഇടുമ്പോഴത്തേക്കും ഇതിൽ ഒരു വൈറ്റ് മാർക്കിംഗ് ഉണ്ടാവും. ഈ ഒരു സിമ്പലിലും വൈറ്റ് മാർക്കിംഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വൈറ്റ് മാർക്കിംഗ് അതേ കണക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്യുക. തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതിൽ സ്വിച്ചിങ് ഐ സി മാറി, 4 ഡയോഡും റെക്ടിഫയർ ഡയോഡ് മാറി, പിന്നെ NTC മാറി, കോയിൽ മാറി, ഫ്യൂസ് മാറി. ഇത്രയും സാധനങ്ങൾ നമ്മളിനിയും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ മൾട്ടിമീറ്ററിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡയോഡ് മോഡിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഡയോഡിൽ നമുക്ക് റീഡിങ് കാണിക്കുന്നില്ല. ഇവിടെ റീഡിങ് വരണം. ഇതിൽ കാണിക്കുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇട്ട ഈ ഒരു ഡയോഡ് കറക്റ്റ് അല്ല, അതുകൊണ്ടിട്ടാണ് റീഡിങ് കാണിക്കാത്തത്. ഈ പൊളാരിറ്റി തിരിച്ച് വെച്ചിട്ട് ഇത് ഓക്കെ, ഇവിടെയും ഓക്കെ. അപ്പോൾ ഈ ഒരു ഡയോഡ് നമുക്ക് ഒന്ന് ഊരിയെടുക്കാം. ഇപ്പോൾ ഞാനിട്ട പുതിയ ഡയോഡാണ്, പക്ഷേ നമുക്കിത് റീഡിങ് തരുന്നില്ല. പൊളാരിറ്റി തിരിച്ച് വെച്ച് നോക്കിയിട്ടും ഇപ്പോൾ ഇത് റീഡിങ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് റീഡിങ് ആവുന്നുണ്ട്. ഒന്നുകൊണ്ട് ഇതിനകത്ത് വെച്ചിട്ട് എന്തുകൊണ്ട് റീഡിങ് കാണിച്ചില്ല? ഓക്കെ,
നമുക്കിവിടെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നാനൂറ്റി 72 512 ഇവിടെ കുറവ് റീഡിങ് കാണിക്കുന്നുണ്ട്. ഇനി പൊളാരിറ്റി തിരിച്ചിട്ട് ഇനി കപ്പാസിറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്ററിൽ കറക്റ്റായിട്ട് റീഡിങ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതുണ്ട്. ഇവിടെ ഒരു ബൂസ്റ്റപ്പ് ഡയോഡ് ഉണ്ടാവും. ഈ ഒരു ബൂസ്റ്റപ്പ് ഡയോഡും കൂടെ ചെക്ക് ചെയ്യണം. ആ ബൂസ്റ്റപ്പ് ഡയോഡിലും കറക്റ്റായിട്ട് റീഡിങ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഡാമേജസ് വന്നിട്ടുള്ള എല്ലാ കമ്പോണൻറ്റുകളും നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ചെക്കിങ്ങും ടെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്ത് സപ്ലൈ കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ ഫേസും ഇവിടെ ന്യൂട്രലും കൊടുക്കണം. അപ്പോൾ ഞാൻ ഫേസും ന്യൂട്രലും സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു നമ്മൾ ചേഞ്ച് ചെയ്ത കമ്പോണൻസ് എല്ലാം വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം റെഗുലേറ്റിംഗ് ആവുന്നുണ്ടോ സ്വിച്ചിങ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഡയറക്റ്റ് കറണ്ടിൽ കൊടുക്കരുത്. ഡയറക്റ്റ് കറണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കമ്പോണൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടും ഇതിൽ വർക്കിംഗ് ടൈമിൽ പ്രശ്നമുള്ള എന്തെങ്കിലും ഒരു കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കറണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമ്പോണൻറ്റ് വെച്ച് ബാക്കി നമ്മളിപ്പോൾ മാറ്റിയതെല്ലാം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 60 വോൾട്ടിൻ്റെയോ 100 വോൾട്ടിൻ്റെയോ ഒരു സീരിയൽ ബൾബ് വഴിയായിരിക്കണം നമ്മളിതിൽ സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പിന്നെ സ്വിച്ച് ബോർഡിൽ തന്നെ ഒരു 60 വോൾട്ട് ബൾബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സീരിയലായിട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പവർ കണക്ഷൻ ആ സീരിയൽ ബൾബിലാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് ആ ബൾബ് കത്തിയിട്ടൊന്ന് അണഞ്ഞിട്ടുണ്ട്. കത്തിയിട്ട് അണഞ്ഞിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു SMPS സൈഡ് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് യാതൊരു വേറെ ഒരു ഡാമേജസും ഒന്നും ഇല്ലാത്ത തന്നെ നമുക്ക് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും ഹെവി ഡാമേജസ് വേണമെന്നാണെങ്കിൽ നമുക്ക് പറയാം. നമുക്കിതിനകത്ത് ഡാമേജസ് ഇല്ലാതെ മെയിൻ പാർട്ടുകളെല്ലാം ഡാമേജസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം റീപ്ലേസ് ചെയ്ത് തന്നെ നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.